അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 50-ാം സങ്കീർത്തനം 15-ാം വാക്യം നമുക്ക് വായിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. എല്ലാറ്റിനും ഒരു കാലമുണ്ട് എന്ന് ശലോമോൻ സഭാപ്രസംഗിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഭാപ്രസംഗി 3-ാം അധ്യായം 4-ാം വാക്യത്തിൽ കരയുവാനൊരു കാലം, ചിരിക്കുവാനൊരു കാലം, വിലപിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും കരച്ചിലും സന്തോഷവും കടന്നു വരാറുണ്ട്. നീ എൻ്റെ കണ്ണിന് കണ്ണുനീരിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു എന്ന് 116-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലും, നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടഴിച്ച് സന്തോഷം മുടിപ്പിച്ചിരിക്കുന്നു എന്ന് 30-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇയ്യോബ് പറഞ്ഞിട്ടുള്ളത്, എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു എന്നാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 30-ാം അധ്യായം 31-ാം വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി, ഞങ്ങളുടെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു എന്നാണ് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം കേട്ട വാക്യങ്ങളിൽ വിലാപങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ യഹൂദ രാജ്യത്തിലെ ജനങ്ങളെക്കുറിച്ചും അവരുടെ രാജാവിനെക്കുറിച്ചുമുള്ളതാണ്. യെരുശലേമിൽ ഭരിക്കുകയും ജീവിക്കുകയും ചെയ്തിരുന്ന രാജാക്കന്മാരോടും ജനങ്ങളോടും പാപത്തിനെതിരെ ദൂതറിയിക്കുവാൻ യഹോവയായ കർത്താവ് കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരെ അയച്ചിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ ജനത്തോട് അറിയിക്കുന്ന സന്ദേശത്തെ അവർ അല്പം പോലും വകവയ്ക്കാതെ പ്രവാചകന്മാരെ കൊല്ലുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. വർഷങ്ങളോളം ദൈവത്തോടും അവൻ്റെ പ്രവാചകന്മാരോടും അതിക്രമം ചെയ്തതിൻ്റെ ഫലമായി യിരെമ്യാ പ്രവാചകൻ്റെ പ്രവചന കാലത്ത് തന്നെ ദൈവം ബാബേൽ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ രാജാവിനെ അയച്ച് യഹൂദ രാജാവിനെയും ജനത്തെയും അടിമകളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോയി. ജനം അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അറിഞ്ഞ യിരെമ്യാവ് ജനത്തിൻ്റെ കഷ്ടതയെക്കുറിച്ച് വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയതാണ്. യഹൂദ ജനത്തിൻ്റെ ഹൃദയ സന്തോഷം ഇല്ലാതെയായി, യഹൂദ ജനത്തിൻ്റെ നൃത്തം വിലാപമായി തീർന്നിരിക്കുന്നു എന്നത്. യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയ സന്തോഷം മ്ലേച്ഛതയിലായിരുന്നു. പാപം ചെയ്യുന്ന കാര്യത്തിൽ യഹൂദ രാജ്യക്കാർ, രാജാവും ജനങ്ങളും തന്നെ ഒരുപോലെ മത്സരിക്കുകയായിരുന്നു. യഹൂദ ജനത്തിൻ്റെ നൃത്തം യഹോവയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, പിന്നെയോ ബാലിനെ രസിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യഹൂദ രാജ്യക്കാർ ചെയ്തു. നിങ്ങൾ പാപം ചെയ്യരുതെന്ന് പ്രവചിച്ച യിരെമ്യാവിനെ അവർ പൊട്ടക്കുഴിയിലിട്ടു. അതിൽ ചെളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ അതിൽ താഴ്ന്നു പോയി. രാജാവിനോ ജനത്തിനോ യിരെമ്യാവിനോട് അല്പം പോലും കരുണ തോന്നിയില്ല. അവൻ്റെ വാക്കുകൾ അനുസരിച്ചില്ല എന്ന് തന്നെയുമല്ല, കൂടുതൽ പാപങ്ങളിലേക്ക് അവർ കുതിച്ച് ചാടിക്കൊണ്ടിരുന്നു. ജീവനുള്ള ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ പുല്ല് തിന്നുന്ന കാളയ്ക്കും നശിച്ചു പോകുന്ന മനുഷ്യനും സമമാക്കിക്കൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി സൂര്യനെ ആരാധിച്ചു. മന്ത്രവാദിയായിരുന്ന നിമ്രോദിനെ ആരാധിച്ചു. ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ അവർ ഉപേക്ഷിച്ച് അവർ തന്നെ തങ്ങൾക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയ പാരമ്പര്യത്തിൽ വിശ്വസിക്കുകയും പാപം ചെയ്ത് ദൈവത്തെ തള്ളിക്കളയുകയും ചെയ്തു. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ശാസ്ത്രിമാരുടെ കള്ളയെഴുത്തുകോൽ യഹോവയുടെ ന്യായപ്രമാണത്തെ വ്യാജമാക്കി തീർത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈബിളിലെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന എന്നീ പുസ്തകങ്ങൾ, മോശയുടെ പുസ്തകം, പഞ്ചഗ്രന്ഥങ്ങൾ, ന്യായപ്രമാണ പുസ്തകങ്ങൾ എന്നീ പേരുകളിലാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ പുസ്തകങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു പുസ്തകമായിരുന്നു യഹൂദ മതത്തിൻ്റെ പാരമ്പര്യം എന്ന പുസ്തകം. ജനങ്ങളെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരായിരുന്നു ശാസ്ത്രിമാർ. ഈ കൂട്ടർ കൈക്കൂലി മേടിച്ച് കുറ്റവാളികളെ രക്ഷപ്പെടുത്തുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തെ ദുർബലമാക്കി കളഞ്ഞു. അപ്രകാരം ന്യായപ്രമാണം പഠിപ്പിക്കേണ്ടവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ ദുർബലമാക്കി കളഞ്ഞതിൻ്റെ അനേകം ഉദാഹരണങ്ങൾ കർത്താവായ യേശു ക്രിസ്തു എടുത്തു കാണിക്കുകയുണ്ടായി. അതിലൊരെണ്ണമാണ് കൊല ചെയ്യരുത് എന്ന
പുറപ്പാട് പുസ്തകം 20 അധ്യായം 13 വാക്യം. ആരെങ്കിലും കൊല ചെയ്താൽ, പുറപ്പാട് പുസ്തകം 21 അധ്യായം 12-14 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ മരണശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണമെന്ന് പുറപ്പാട് പുസ്തകം 21 അധ്യായം 12 വാക്യത്തിലും, ഒരുത്തൻ കരുതിക്കൂട്ടി കൂട്ടുകാരന് ചതിച്ചു കൊന്നെങ്കിൽ അവൻ മരിക്കേണ്ടതിന് നീ അവനെ എൻ്റെ യാഗപീഠത്തെങ്കിൽ നിന്നും പിടിച്ചുകൊണ്ടു പോകണമെന്ന് പുറപ്പാട് പുസ്തകം 21 അധ്യായം 14 വാക്യത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഈ വാക്യങ്ങൾ യഹൂദ ശാസ്ത്രിമാർ വ്യാഖ്യാനിച്ചുകൊണ്ട് പാരമ്പര്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് മാത്രമാണ്. കൈക്കൂലി മേടിച്ച് കുറ്റവാളിയെ രക്ഷിക്കുവാൻ മഹാപുരോഹിതന്മാർക്കും യഹൂദന്മാരുടെ സുപ്രീം കോടതി ജഡ്ജിമാർക്കും നല്ല ഒരു അവസരം ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് അവർ ഇപ്രകാരം ചെയ്തത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ന്യായപ്രമാണത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ശാസ്ത്രിമാർ എഴുതിയുണ്ടാക്കിയ ട്രഡിഷൻ അഥവാ പാരമ്പര്യത്തെ യേശു വിമർശിച്ചുകൊണ്ട് തിരുത്തുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മത്തായി എഴുതിയ സുവിശേഷം 5 അധ്യായം 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒടുവിൽ ബാബേലിൽ കിടന്നവർ നിലവിളിക്കുകയാണ്. ബാബേൽ രാജാവ് അവരെ പീഡിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ ദൈവം തന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമ്മെക്കാൾ മിടുക്കന്മാരും മിടുക്കികളുമായി ജീവിക്കുന്നവർ പാപത്തിൽ രസിക്കുന്നത് കാണുമ്പോൾ നാം അവരെ വിട്ട് അകലം പാലിക്കണം. കാരണം നാം മുൻപ് കേട്ടതുപോലെ പാപത്തിൽ സന്തോഷിച്ചവർ നിലവിളിക്കേണ്ടി വരും. പാപത്തിൽ നൃത്തം ചെയ്തവർ തീരാ ദുഃഖത്തിലായത് നാം ഓർക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായി ദൈവം പാപത്തിന് ശിക്ഷ വിധിക്കുമെന്നതിന് യാതൊരു സംശയമില്ല. പാപത്തിൻ്റെ അന്തിമ ശിക്ഷ ഗന്ധകം കത്തുന്ന തീ പൊയ്കയാണെന്ന് നാം ഓർക്കണം. യേശുവിൻ്റെ കാൽവരി ക്രൂശിലെ രക്തത്തിൽ ആശ്രയിച്ച് പാപത്തെ ഉപേക്ഷിച്ചൊരു ദൈവമകനും ദൈവമകളുമായി ജീവിക്കുവാൻ യേശുവെ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ച് നാം മുന്നേറുന്നുവെങ്കിൽ നിശ്ചയമായും യേശു കർത്താവ് നമ്മെ പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും രക്ഷിക്കും. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് ഇയ്യോബ് 30 അധ്യായം 31 വാക്യത്തിൽ എൻ്റെ കിന്നരനാദം വിലാപമായും എൻ്റെ കുരലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു എന്ന് ഇയ്യോബ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇവിടെ ഇയ്യോബ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നതും കുരൽ ഊതിക്കൊണ്ടിരുന്നതും യഹോവയെ സ്തുതിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്താൽ സാക്ഷ്യം ലഭിച്ചവനാണ് ഇയ്യോബ്. എൻ്റെ ദാസനായ ഇയ്യോബിനെ പോലെ വിശുദ്ധൻ ആരും ഇല്ല എന്നായിരുന്നു ഇയ്യോബിന് ദൈവം കൊടുത്ത സാക്ഷ്യം. ഇയ്യോബിൻ്റെ പുസ്തകം 1 അധ്യായം 8 വാക്യത്തിൽ നമുക്കിത് വായിക്കുവാൻ കഴിയും. എന്നിട്ടും ഇയ്യോബിന് പ്രതിസന്ധി വന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ തൻ്റെ മകൻ വിശ്വസ്തനാണെന്ന് സാത്താൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കുവാനായിരുന്നു ദൈവം അവൻ്റെ ജീവിതത്തിൽ കഷ്ടത അനുവദിച്ചത്. ഇയ്യോബിനത് വേദനാജനകമായിരുന്നുവെങ്കിലും അതിരം കൊണ്ട് ഇയ്യോബ് ദൈവത്തിനെതിരെ അവിവേകം സംസാരിച്ചില്ല. ഇയ്യോബിന് കഷ്ടത ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ ആത്മാവിൽ തൊടുവാനോ ആത്മാവിൽ പ്രവേശിക്കുവാനോ സാത്താനെ ദൈവം അനുവദിച്ചില്ല. സാത്താൻ ഇയ്യോബിൻ്റെ ഹൃദയത്തിൽ കയറണമെങ്കിൽ നിശ്ചയമായും ഇയ്യോബ് പാപം ചെയ്യണമായിരുന്നു. നാം പാപം ചെയ്താൽ മാത്രമേ ദൈവാത്മാവ് നമ്മെ വിട്ടു പോവുകയുള്ളൂ. ഇയ്യോബിൻ്റെ ശരീരത്തിൽ സാത്താൻ ബലപ്രയോഗം നടത്തി. ഇയ്യോബിൻ്റെ വസ്തുവകയിൽ നാശം വരുത്തി. എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും തൻ്റെ ശരീരം പുഴുവരിച്ചു എങ്കിലും ദൈവത്തിൻ്റെ സഹിത്വം അവനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പുഴുക്കളെ ഓട്ടിൻ കഷ്ണം കൊണ്ട് കുത്തിച്ചാടിക്കുമ്പോൾ പോലും ഇയ്യോബ് പറഞ്ഞത് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കർത്തൃ പ്രാർത്ഥനയിൽ പരീക്ഷയിൽ നിങ്ങളെ പ്രവേശിപ്പിക്കരുതെന്ന് പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. അതിന് കാരണം പത്രോസ് പറഞ്ഞതുപോലെ നാം പറയാതിരിക്കുവാനാണ്. മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടു പോവുകയില്ല എന്ന് നാം പറയേണ്ടതിന് പകരം കർത്താവെ, നിന്നെ ഉപേക്ഷിക്കുവാൻ ഇടവരാതെ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഏറെ നല്ലത്. യോബ് ആഗ്രഹിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചതുപോലെ തന്നെ കർത്താവ് അവനെ ചെയ്തു കൊടുത്തു. യോബിൻ്റെ പുസ്തകം 29 അധ്യായത്തിൽ യോബ് പറയുകയാണ്, അയ്യോ, പണ്ടത്തെ നാളുകളിലെ പോലെ ദൈവം എന്നെ കാത്തുപോകുന്ന നാളുകളിലെ പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു.
കർത്താവ് അവൻ്റെ പ്രാർത്ഥന പോലെ തന്നെ ചെയ്തുവെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 16 17 വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിനുശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. ഇയ്യോബിൻ്റെ പുസ്തകം 42 അധ്യായം 16 17 വാക്യങ്ങളാണ് നാം കേട്ടത്. ഇനി നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് 116 സങ്കീർത്തനം 8 വാക്യത്തിലും 30 സങ്കീർത്തനം 11 വാക്യത്തിലും ദാവീദ് എഴുതിയ കാര്യങ്ങളെക്കുറിച്ചാണ്. 116 സങ്കീർത്തനം 8 വാക്യത്തിൽ, നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ 30 സങ്കീർത്തനം 11 വാക്യത്തിൽ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ചു, എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 സങ്കീർത്തനങ്ങളിൽ 30 സങ്കീർത്തനം ദാവീദ് എഴുതിയെന്ന് ശീർഷകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 116 സങ്കീർത്തനം എഴുതിയത് ആരാണെന്ന് ശീർഷകത്തിൽ കാണുന്നില്ല എങ്കിലും അതിൻ്റെ ഭാഷാശൈലി വിളിച്ചറിയിക്കുന്നത് ദാവീദ് തന്നെയാണത് എഴുതിയത് എന്നാണ്. അനേകർ ഇതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഈ 2 സങ്കീർത്തനങ്ങളിലും ഭക്തൻ പ്രസ്താവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവം തൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചു എന്നതാണ്. ദൈവത്തിൻ്റെ ഈ 3 രക്ഷണ്യ പ്രവൃത്തികൾ മൂലം ഭക്തന് ലഭിച്ച 2 അനുഗ്രഹങ്ങൾ എന്താണെന്ന് 30 സങ്കീർത്തനം 11 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. ഭക്തൻ്റെ വിലാപം മാറിപ്പോയി, അതിന് പകരം യഹോവയുടെ മുമ്പിൽ നൃത്തം വയ്ക്കുവാൻ ഇടവന്നു. രട്ട് മാറി, അതിന് പകരം സന്തോഷം ഒടുക്കുവാൻ ഇടവന്നു. ശൗലിൽ നിന്നുള്ള ദ്രോഹങ്ങൾ മൂലവും അബ്ശലോമിൻ്റെ പ്രവൃത്തികൾ മൂലവും അഹിതോഫിലിൻ്റെ ചതിവ് മൂലവും ശിമെയയുടെ ശാപങ്ങൾ മൂലവും ദാവീദ് വളരെയധികം കഷ്ടതയിലും സങ്കടത്തിലും ആയി തീർന്നിട്ടുണ്ട്. മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. തൻ്റെ സ്നേഹിതന്മാർ തന്നെ കല്ലെറിയുവാൻ സിഗ്ലാഗിൽ വെച്ച് ഇടയായിട്ടുണ്ട്. കല്ലെറിയുവാൻ തുടങ്ങി. ഈ കാര്യങ്ങളെല്ലാം താൻ രാജാവാകുന്നതിന് മുമ്പും അതിന് ശേഷവുമായിരുന്നു. ബത്ശേബയോടുള്ള ബന്ധത്തിൽ ഊരിയാവിനെ വാൾ കൊണ്ട് കൊല്ലിച്ചതിന് ശേഷം താൻ ചെയ്യിച്ച കൊലപാതകവും താൻ ചെയ്ത വ്യഭിചാരവും മൂലം താൻ കൊല്ലപ്പെടുകയും നിത്യനരകത്തിൽ വീഴുകയും ചെയ്യുമായിരുന്ന സ്ഥാനത്ത് ദൈവം അവനെ നിത്യനരകത്തിൽ നിന്നും അവിടെയുള്ള കരച്ചിൽ നിന്നും ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള രട്ടിൽ നിന്നും കരച്ചിൽ നിന്നും നിത്യനാശത്തിൽ നിന്നും വീണ്ടെടുത്തു. ദൈവം വെറുക്കുന്ന പാപങ്ങളിൽ നിന്നും ദൈവം തന്നെ രക്ഷിച്ചു. അഹിതോഫേൽ തന്നെ തകർക്കുവാനായി തൻ്റെ മകനെ സ്വാധീനിച്ചപ്പോൾ ദൈവം അത് ദാവീദിനെ അറിയിക്കുകയും ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അഹിതോഫേലിൻ്റെ ആലോചന അബദ്ധമാക്കി തീർക്കുകയും ചെയ്തു. സിഗ്ലാഗിൽ വെച്ച് തൻ്റെയും കൂട്ടുകാരുടെയും സമ്പത്തും ഭാര്യമാരെയും ശത്രുക്കളാൽ അപഹരിക്കപ്പെട്ടപ്പോൾ തൻ്റെ കൂട്ടുകാർ പോലും ദാവീദിനെ കല്ലെറിയുവാൻ ശ്രമിച്ചു. അവിടെയും താൻ ദൈവത്തോട് നിലവിളിച്ച് രക്ഷ പ്രാപിച്ചു. എപ്പോഴെല്ലാം ദാവീദ് നിലവിളിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അവൻ രക്ഷിക്കുവാൻ ദൈവം ഓടി വന്നിട്ടുണ്ട്. ഗോലിയാത്തിൻ്റെയും സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിലും ദൈവം ദാവീദിനെ ഉറച്ചു നിൽക്കുമാറാക്കി. കാരണം ദാവീദ് ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ നാം കർത്താവിനോട് നിലവിളിക്കുന്നുവെങ്കിൽ നിശ്ചയമായി നമുക്ക് വേണ്ടി ഉത്തരം അരുളുന്നവനാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. അവൻ നമുക്ക് ആ യാഥാർത്ഥ്യം അവൻ നമുക്ക് ബോധ്യം വരുത്തുകയും ചെയ്യും. ഒരു കാര്യത്തിൽ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നുവെന്നും നമ്മുടെ ഹൃദയത്തിൽ ആർക്കെതിരെയും കയ്പും പകയും ഇല്ല എന്നും ആർക്കെതിരെയും നാം ഹൃദയത്തിൽ ദോഷം ചിന്തിക്കുന്നില്ല എന്നും ഉറപ്പുവരുത്തി ജീവിക്കണം. അപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും നിത്യജീവനെ പ്രാപിക്കുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മ ശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രത്യാശയും ധൈര്യവും കൊടുക്കണമേ. ജനത്തിൽ കഷ്ടത അനുഭവിപ്പാനിട വരാതെ അവർ സഹായിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.